നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CMA എൻട്രി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് മുമ്പ് സ്കിൽസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ 40 ട്രൈ ചെയ്യാമോ? CMA എൻട്രി കഴിഞ്ഞു, അതായത് ഇന്റേൺഷിപ്പിന് മുമ്പ് സ്പെഷ്യൽ 40യുടെ കോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന്. ഇവിടെ CMA എൻട്രി കഴിയുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് സ്റ്റുഡൻറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഇന്റേൺഷിപ്പ് അല്ല ഒരു CMA. CMAക്ക് ആകെ ഒരു 15 months ഉള്ളൂ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് 2 years ഉണ്ട്. ഒരു CMA ഒരു CA ഫേമിൽ പോയിട്ട് ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞാൽ 5 മാസം എടുക്കും ആ ഓഫീസ് എന്താണെന്ന് മനസ്സിലാക്കാം. ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരുമ്പോഴേക്കും 5 മാസം തീരും. പിന്നെ ബാക്കി 10 മാസമുള്ളത്, അപ്പോഴേക്കും അവരുടെ കോഴ്സും തീരും. 10 മാസത്തിലാണ് അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് അവരുടെ ഇന്റേൺഷിപ്പിൻ്റെ പീരീഡും തീരും. സ്പെഷ്യൽ 40യുടെ കോഴ്സ് കഴിയുന്നൊരു കുട്ടിക്ക് ഡേ 1 മുതൽ ആ ഫേമിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാര്യം ഇതൊരു തീരെ പരിചയമില്ലാത്ത പോലെ ആയിരിക്കില്ല. കാരണം GST, TDS, അഡ്വാൻസ് ടാക്സ്, ഈ ടാക്സ് റെഗുലേറ്ററി മാറ്റേഴ്സ് കുറച്ചും കൂടിയും പ്രിസൈസ് ആയിട്ട് പഠിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ട് സ്റ്റുഡൻ്റ് ആണ്. CMA അല്ല. CMA കൂടുതൽ അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആവണം, കോസ്റ്റിംഗ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ദോസ് ഏരിയാസ്, നോട്ട് എ ടാക്സ് ആൻഡ് റെഗുലേറ്ററി ലോസ്. ഈ ടാക്സ് ആൻഡ് റെഗുലേറ്ററി പ്രാക്ടീസ് ഒരു CFMൽ നല്ലോണം കിട്ടിക്കഴിഞ്ഞാൽ ഈ CMA സ്റ്റുഡൻറ്റിനും ഫ്യൂച്ചറിൽ ഇന്ത്യൻ കമ്പനികളിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ജോലി ചെയ്യാനുള്ള സ്കോപ്പുണ്ട്, വലിയ സ്കോപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ആ രീതി ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ സ്പെഷ്യൽ 40യുടെ കോഴ്സ് കഴിഞ്ഞാൽ ഡേ 1 മുതൽ അവർക്ക് ആ ഫേമിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് തന്നെ അവരുടെ ആ ഇന്റേൺഷിപ്പ് പീരീഡ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.